ചെല്ലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കൊളറാഡോ യാത്രയിൽ ഞങ്ങള് അവിടെ ഡെൻവറിലുള്ള എസ്റ്റസ് പാർക്കിൽ പോയിരുന്നു. എസ്റ്റസ് പാർക്കില് അവിടെ ഒരു ഏരിയൽ ട്രാംപ് കേബിൾ കാറിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾ പോയിരുന്നു. അത് ശരിക്കും 8900 ഫീറ്റ് മുകളിലാണ് ഞങ്ങള് പോയ ഈ ഏരിയൽ ട്രാമ്പിൽ. രസമായിരുന്നു, അത് നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ ഞങ്ങൾ ആ ട്രാംപേലിയുള്ള യാത്ര എന്ന് വെച്ചാൽ അത്ര ഉയരത്തുനിന്ന് നല്ല വ്യൂ ആയിരുന്നു, അടിപൊളി വ്യൂ ആയിരുന്നു. അവിടുന്ന് കുന്നുകളും അവിടുന്ന് ചെറിയ ചെറിയ ലേക്കുകളും അവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു മുകളില്. അപ്പോ അവിടെ നല്ല ഭംഗിയിട്ടുള്ള കിളികള്, ചെറിയ ചെറിയ ടൈപ്പിലുള്ള അണ്ണാർക്കണ്ണന്മാരാണ് അവിടെ ഏറ്റവും കൂടുതൽ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോ അവിടെ ഞങ്ങൾ ഒരു കുറച്ചു നേരം സമയം ചെലവാക്കി ഇറങ്ങി ഉണ്ടായി. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പൊ ശരി, പരിപാടി തുടങ്ങായി. ക്യൂ നിൽക്കണേ, അത്ര മുകളിലേക്ക് കൂട്ടാ, അത്ര അങ്ങോട്ട് ഹൈറ്റിക്ക് പോവും. ഇതേ വരുന്നടുത്ത് നമുക്കിനി അടുത്തതിൻ്റെ അടുത്തെല്ലാം കയറാൻ പറ്റില്ല തോന്നുന്നു കേട്ടോ. നമ്മൾ കയറാൻ പോവാണ്. ആമി കെയർഫുൾ. ഓക്കെ ഷുവർ. അതിൽ നമ്മളെ കയറ്റിയില്ല, പകരം നമുക്ക് ഇത് വരണം. നമുക്ക് വള വരണോ, എത്താറായി. നമ്മൾ പോയി വേറെ ആള് കാണാണ്ട. നമ്മള് പോണു. തിരിച്ചു വരുമ്പോ നടന്നോളൂ. മുകളിലെത്തിയിരിക്കണം, നമ്മള് മുകളിലെത്തി. എന്താ വ്യൂ അല്ലേ. നമ്മൾ മുകളിലെത്തിയിരിക്കണേ. ഇത് നഷ്ടമായനെ ഒന്നല്ലെങ്കിൽ നടക്ക കുറേ ഉണ്ട് കേട്ടോ, ഇങ്ങനെ കുറേ നടക്കാം. ഇത് കൂടെ നോക്കി നോക്കിയേക്കൂ നമ്മള്. നമുക്കൊന്ന് നടന്നു നോക്കവേ. നമുക്കിനി കുറച്ച് നേരം തിരിച്ചിറക്കും നമ്മളെ. എങ്ങനെയാണ് വഴി, ഇത്രയുണ്ട് ഇങ്ങോട്ട് നടക്കാൻ. ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ നല്ല വ്യൂ ആണ്. അടിപൊളി വ്യൂ. കുട്ടിയോ
കുട്ടി വന്നേ വീഴല്ലേ സൈഡിൽ കൂടെ വീഴല്ലേ. ശരിക്കും ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകാൻ പറ്റുന്നോ? അപ്പുറത്തേക്ക് പോകാം. ഒരു ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഇത് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ടല്ലേ ആ ടൗണിൽ ഇവിടെ ശരിക്കും ഓരോ പീക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ലേഡി വാഷിംഗ്ടൺ, ലോങ്സ് പീക്ക്, അങ്ങനെ ലേഡി വാഷിംഗ്ടൺ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിനനുസരിച്ചിട്ട് അവിടുന്ന് കാണാൻ പറ്റുന്നു. ഇതേപോലെയാണ് ഓർഡറിൽ. ഓ അടിപൊളി. ഇതെന്തുണ്ടാവും? ഇവൻസിനൊക്കെ അല്ലേ? ഫുഡ് പരിപാടിയൊക്കെ ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ. കഫേ കിപ്സ് റെസ്റ്റ് റൂം ഉണ്ട് കേട്ടോ ഇവിടെ. ഓ ഇങ്ങോട്ട് കയറാൻ പറ്റില്ലേ? ഉണ്ടോ? അവിടെയൊക്കെ നമുക്ക് പോയിട്ട് നിൽക്കാം. ഇതൊക്കെ കൊള്ളാം അടിപൊളി. നമ്മൾ അവിടെ നിന്നാണ് കയറിയിട്ടാ ഇറങ്ങി. കൊള്ളാമല്ലേ? ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്, നമുക്ക് നോക്കിയാലോ ഗിഫ്റ്റ് ഷോപ്പിൽ. താങ്ക് യു. ഗിഫ്റ്റ് ഷോപ്പിലൊന്ന് കയറിയതാണേ. എന്തൊക്കെയുള്ള നോക്കാം. ഓ ഇതിൻ്റെ ചുറ്റും നടക്കാൻ പോലെ ഉണ്ട്. അയ്യോ ഒന്ന് പോയാലോ അങ്ങോട്ട്? അവിടെ വ്യൂ ഉണ്ട്. ബൈനാക്കുലറാ കാണാനുണ്ടല്ലോ. ഇതെടുക്കാൻ പറ്റുള്ളത് ഇതെന്തൊട്ടികളുണ്ട്. ഇതാണ് കൊള്ളാം. കൊള്ളാം. റോക്കി മൗണ്ടൻ എനിക്കത് ഇഷ്ടമായി. ഇത് കുറച്ച് കാണാൻ ഭംഗിയുണ്ടല്ലേ? ഇത് എടുത്ത് നോക്കാം. അടിപൊളിയായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം. കുറച്ച് സാധനങ്ങൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ള അങ്ങനെ ഓരോ സ്ഥലങ്ങൾ പോയാൽ അതിൻ്റെ അവിടുത്തെ സാധനങ്ങളുണ്ടാവും അല്ലേ? ഇത് ഏരിയൽ ട്രാംപേഡ് എടുത്തു കേട്ടോ. മറ്റേത് ഞാൻ തിരിച്ചു വെച്ചു. ഏരിയൽ ട്രാംപേ ഇതെല്ലാമാണല്ലോ. അപ്പം നമ്മൾ കയറി വന്ന് ഇത് തന്നെ എടുത്തു. സാധനം എടുത്തു. ഇത് നമുക്ക് ഒട്ടിക്കാം. ആമൂല് പുറത്ത് ഇറങ്ങിയല്ല മൂലേ. ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. അതെന്തത്? ഡ്യുവൽ മിനറൽ ഇന്ന് ഓരോ സാധനങ്ങളുണ്ട്. കൊള്ളാം. അടിപൊളിയായിട്ടെല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. റോക്കി മൗണ്ടൻ നാഷണൽ പാർക്ക്. വേണ്ട വേണ്ടേ? ഇത് അടിപൊളിയുണ്ടല്ലോ. രസമില്ല. കൊളറാഡോൻ്റെ ഇത് വാങ്ങാൻ $15 പറഞ്ഞു. ഷാർട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിച്ചാത്തി ഇത് നമ്മുടെ ഹൈക്കിങ്ങിനുള്ള വടിയല്ലേ നമ്മളേ? ഇതെന്തില്ല ഹൈക്കിങ്ങിനുള്ള വടി തന്നെയല്ലേ ഇത്? ആൾക്കാരുടെ പേര് അല്ല ആമിയുടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞെടുക്കായിരുന്നല്ലേ? പറയണ്ടല്ലോ ഇത് ഏമി ഉണ്ടല്ലോ. ഇത് നമുക്ക് ഈ വഴിയെ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാം. അപ്പോൾ നമുക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങണം. പക്ഷേ ഒരു കാപ്പി വാങ്ങാമെന്ന് വെച്ചു. കാപ്പിച്ചിനോ ആമിക്കൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാം. കഴിച്ചിട്ട് ഇറങ്ങാം. ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട്? പുറത്ത് പോയി ഇരിക്കാൻ പറ്റില്ല. പുറത്ത് പോയി ചായ കുടിക്കാൻ പോയാലോ? കസേര ഉണ്ടോ പുറത്ത് കസേര ഇല്ല അല്ലേ? കസേര ഉണ്ട്. കസേരയിൽ പോയിരിക്കാൻ പോലെ. ഗെയിമാ? ഓ ഇത് നമ്മൾ പണ്ട് കമ്പ്യൂട്ടർ ഗെയിം കളിച്ചിട്ടുണ്ടല്ലോ. ഇത് തട്ടി അവരുടെ ഓക്കെ വാ നമുക്കിനി അങ്ങോട്ട് പോയിരിക്കാം. ഒരു ഐസ്ക്രീം കിട്ടി. എങ്ങനെയുണ്ട്? ഇനി മോളിന്ന് എന്താ വ്യൂ. ഇവിടെ ഇരുന്ന് കാപ്പിച്ചൂനോ കുടിക്കാന്ന് വിചാരിച്ചു. ഇവിടെ അല്ലേ? ഇവിടെ ഇരിക്കാം. വണ്ടികളൊക്കെ കറക്റ്റ് കാണാണ്ട് കേട്ടോ. വലിയ തണുപ്പൊന്നും ഇല്ല അല്ലേ? ഇതാ രണ്ടുപേരും കൂടെ ഐസ്ക്രീം വേണേ.
ഉയരം കൂടുന്നവരും കാപ്പിക്ക് സ്വാദ് കൂടും. ക്യാപ്പിച്ചിനോ ടേസ്റ്റ് ഉണ്ട്. ഇതേ കുറച്ചും കൂടി അവിടെ നമ്മൾ ചായ കുടിച്ചതേ ഇവിടെ കുറച്ചും കൂടി നടക്കാറുണ്ട് സ്ഥലം. ഇവിടെ നടക്കണ്ട കുട്ടി. അവരങ്ങോട്ട് നടക്കണ്ടേ ജോസ്കോ മാമൂലേ ചെറിയ ബേബി എണ്ണ നടക്കണേ ഉണ്ടോ? ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇത്ര ഹൈറ്റിൻ്റെ മുകളിലാട്ടോ അത് കാണണേ. എൻ്റെ ഇത്ര ഹൈറ്റിൻ്റെ മുകളിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. ഇനി കുറച്ച് തന്നെ നമുക്ക് ഇറങ്ങാറാവും. അങ്ങനെ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യും. എന്നിട്ട് എപ്പോഴാച്ചാൽ സമയം അനുസരിച്ച് അവർക്ക് താല്പര്യമുള്ള സമയത്ത് ഇറങ്ങാം. അങ്ങനെ കേബിൾ കാറിൽ തന്നെ കുറേ ഉണ്ടല്ലോ അല്ലേ അങ്ങോട്ട്. ഓ ഇവിടെ അടിപൊളിയാണല്ലോ. ആ കണ്ടുണ്ട് ചെറുത് ശരിയാണ് ആക്കുന്നത്. ഓ ഹേ അവിടെ കസേരയിലിരുന്നാൽ വീഡിയോ ഫോട്ടോ എടുത്ത് തരാം. കസേരയിലിരുന്നാ നല്ല തണുപ്പാട്ടോ. വെയിലെന്നൊക്കെ കാണുമ്പോൾ വെയിലാണ്, പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. കാറ്റ് പറയാല്ലേ, നല്ല കാറ്റും അല്ലേ. ഐസ്ക്രീമിന് നീ ചെറിയ നടക്കണം വേഗം ഓടുന്നു. ഇത് ഇവിടുത്തെ എല്ലാം ചെറുത് ചെറിയ ഓരോ കിളികൾ കാണാണ്ട് വെറൈറ്റി കിളികൾ. നല്ല കിളികൾ ഉണ്ട്. നമ്മൾ ഇറങ്ങി ഇങ്ങനെ കുറച്ച് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ നടക്കാൻ. ഇടയ്ക്ക് വഴിയൊക്കെ ഉണ്ട്, നമുക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോവാം. കുറേ ഉണ്ട് കേട്ടോ അവിടേക്കൊക്കെ ഉണ്ടല്ലേ. അയ്യോ നമുക്ക് ഇനി ഒടുക്കെത്തണ്ടേ. 6:13 ചെടികളുണ്ട്. ചെടികളാണ് കൂടുതലിവിടെ. കുറേ നടക്കണ്ട കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾക്ക് തരും 2 മണിക്കൂർ നടന്ന് തിരിച്ച് പോകണം. 2 മണിക്കൂർ വണ്ടി ഓടിച്ച് തിരിച്ചു പോകാനാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകും. ഇപ്പോൾ സമയം 6:15 ഈവനിങ്. അവിടുത്തെ തൊപ്പിയുള്ള ടൈപ്പിലൊക്കെ കിളിയുണ്ട്. ചെറിയ നടക്കണന്മാരട്ടോ അവിടെ. ചെറിയ ടൈപ്പാണ് നടക്കണേ. ദേ പോണു ഇത് ഇങ്ങോട്ട് പോണു. എത്ര നടക്കണന്മാരാ, അടിപൊളി. ഓ എന്താ വ്യൂ. വീണ്ടും നല്ല വ്യൂവിലേക്ക് നമ്മൾ പോയി. നമ്മൾ ഇറങ്ങി സ്ഥലത്ത് അവിടെ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ. കുറേ വെറൈറ്റി കിളികളും ചെറിയ ടൈപ്പ് എണ്ണാനൊക്കെയാണ് ഇവിടെ അല്ലേ. ഓ എന്താ അല്ലേ, തിളങ്ങണ അവിടെ അല്ലേ സൂര്യൻ്റെ ഒരു ഇത്. രക്ഷയില്ല. എത്ര അടി ഹൈറ്റാണെന്നും കൂടി നോക്കണം. നമുക്ക് ഇതിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങാം. എന്നിട്ട് അങ്ങനെ ക്യൂല് വേണ്ടിട്ട് വീണ്ടും അടിയിലേക്ക് ഇറങ്ങാം. ഇത്ര അധികം ക്യൂ ഉണ്ട് കേട്ടോ. നമുക്ക് ടൈം എടുക്കും. നമുക്ക് ആളെ വന്നു, നമ്മൾ പോയി. വലിയ ക്യൂ ആയിട്ട് അവിടെ 50 ക്യൂ ആയി ഇവിടെ. നമ്മളിങ്ങനെ ഇറങ്ങാം, നേരെ വണ്ടി എടുക്കുക, തിരിച്ച് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോവുക. 2 മണിക്കൂർ ഡ്രൈവ്. നമ്മളതേ കയറി അതേ ഞങ്ങൾ പോവാണ്. ക്യാമറ കണ്ടോ? ധാരാ
ഇവിടെ ഇരിക്കുന്നു. ഞങ്ങളെത്തി. അങ്ങനെ യാത്ര കഴിഞ്ഞു. തിരിച്ചു പോവാണ്. ജോസ്കോ ആ കാറില്ലേ റോഗ് നാട്ടില് എക്സ്ട്രയിൽ എന്ന് പറഞ്ഞിട്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട്. 65 ലക്ഷം രൂപ നാട്ടില്. ആ വണ്ടിക്ക് 65 ലക്ഷം. ആ റോഗ് ഇവിടുത്തെ റോഗാണ് അവിടെ എക്സ്ട്രയിലായിട്ട് ഇറക്കിയേക്കണേ. സെയിം കോൺഫിഗറേഷൻ, സെയിം ഡിസൈൻ. ടെർമിനൽ 8708 ഫീറ്റ് ഷപ്പർ ടെർമിനല്. ഇത്ര ഹൈറ്റിക്കായിട്ട് നമ്മൾ പോയി. 1950 എഞ്ചിനീയറിംഗ് കമ്പനി ഓഫ് കൊളറാഡോ കംപ്ലീറ്റ് എടുത്ത ട്രാംവേ. ഇതാണ് പരിപാടികൾ. അപ്പോൾ നമ്മൾ 8708 ഫീറ്റ് ഹൈറ്റിൽ പോയില്ലേ. 5 മിനിറ്റ് ഒരു ട്രാവൽ ടൈമാണ്. ശരിയാ, 5 മിനിറ്റിൻ്റെ അവിടെ എത്തും. 7522 7522 കയറില്ലേ ടോട്ടൽ. അപ്പോൾ എത്ര എത്തിയത്? അത്ര ഉണ്ട്. 1286 ഫീറ്റ് കയറിയിട്ടുണ്ട്. 200 ഫീറ്റ് ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് ദ ഗ്രൗണ്ട്. ഓക്കെ, അതെ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. വണ്ടിയുടെ അടുത്തെത്തി. വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. സ്റ്റാർട്ട്. ഇവിടുന്നായിരുന്നു നമ്മളിങ്ങനെ പോയിട്ട് അത്ര ഹൈറ്റിലേക്ക് പോയി വന്നേട്ടാ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഹോട്ടലിലേക്ക്. ഇനിയിപ്പോൾ ഇപ്പോൾ 7 മണിയായി. ഇപ്പോൾ ഒരു 9 മണിയാകുമ്പോഴേക്കാലം നമ്മൾക്ക് അവിടെ എത്തും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ശരി.